നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അഫയേഴ്സും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ +2 ലെവല് അതുപോലെ തന്നെ LDC, LGS, ഡിഗ്രി ലെവൽ മെയിൻസ് ഒക്കെ പരീക്ഷ എഴുതുന്നവര് തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാത്തവര് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് മുഖാന്തരം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവാ പുനർവിവാഹം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവാ പുനർവിവാഹം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അപ്പൊ എത്രയും വേഗം എന്ത് ചെയ്യുക, ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായി ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് ഒഡീഷ, തമിഴ്നാട്, ജാർഖണ്ഡ്, കർണാടക. ഓക്കെ, അപ്പൊ എല്ലാവരും അതിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ കമന്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മരണാനന്തര ബഹുമതിയായിട്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആരാണ്? ചോദ്യം ശ്രദ്ധിക്കുക. മരണാനന്തര ബഹുമതിയായിട്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായ വ്യക്തി ആരെന്നാണ് നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻസ് വരുന്നത് ഉമ്മൻചാണ്ടി ഉണ്ട്, അതുപോലെ തന്നെ PT തോമസ് ഉണ്ട്, TN ശേഷൻ ഉണ്ട്, വക്കം പുരുഷോത്തമൻ ഉണ്ട്. അപ്പൊ ഈ പറയുന്നവരിൽ ആർക്കാണ് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്ന ആരാണ്? ഓപ്ഷൻ A ആണ് ശരി. ഉത്തരം വരുന്നത് ഉമ്മൻചാണ്ടിക്കാണ് കേട്ടോ, ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കുറച്ച് പോയിന്റുകളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിലേക്ക് കിടക്കാം. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായിട്ട് ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് JB മേത്തർ എന്ന് പറയുന്ന MP-ക്കാണ്. ശ്രദ്ധിക്കുക, ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം നമ്മുടെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ത് ചെയ്യുന്നു? മികച്ച പൊതുപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ JB മേത്തർ എന്ന് പറയുന്ന MP-ക്കാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെച്ചേക്കുക. JB മേത്തർ MP-ക്ക് കിട്ടുന്നതാണ് ഉമ്മൻചാണ്ടി പുരസ്കാരം കേട്ടോ. ഉമ്മൻചാണ്ടി പുരസ്കാരം ഇത് മികച്ച പൊതുപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ആണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ഡോക്ടർ MR തമ്പാനാണ് കേട്ടോ. ഡോക്ടർ MR തമ്പാൻ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം. ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം. ഓക്കെ, ആരുടെയാണ്? ഡോക്ടർ MR തമ്പാന്റേതാണ്. അടുത്ത ചോദ്യമാണ്: ദ ലോ ട്രസ്റ്റ് നൽകുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണെന്ന് അറിയാമോ? അത് ഉമ്മൻചാണ്ടിക്കാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ദി ലോ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം. അപ്പൊ ഈ പറയുന്ന കൃഷ്ണയ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടിയ വ്യക്തി ആരാണ്? നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. നമ്മുടെ ദ ലോ ട്രസ്റ്റ് നൽകുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിക്കുന്ന ആർക്കാണ്? ഉമ്മൻചാണ്ടിക്കാണെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ അത് മേധാ പട്കർക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ഉമ്മൻചാണ്ടി പുരസ്കാരം കൊടുക്കുന്നത് ആർക്കാണ്? മേധാ പട്കറിനാണ്. കൂടാതെ ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് PT ചാക്കോ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് തുറന്നിട്ട വാതിൽ. PT ചാക്കോ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് തുറന്നിട്ട വാതിൽ കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം, നമ്മളിവിടെ തെറ്റിക്കുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് PT ചാക്കോ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് തുറന്നിട്ട വാതിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എന്താണ് ചോദ്യം? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്തെന്നാണ് ചോദ്യം. ആത്മകഥ. ഓക്കെ, അപ്പൊ എത്രയും വേഗം ഇതിന്റെ ഉത്തരവും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക. ഓക്കെ, അപ്പോ തുറന്നിട്ട വാതിൽ എന്ന് പറയുന്ന PT ചാക്കോയുടെ പുസ്തകത്തിന്റെ പേരാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് PT ചാക്കോയുടെ പുസ്തകത്തിന്റെ പേരാണ് തുറന്നിട്ട വാതിൽ. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണെന്ന് എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? മരണാനന്തര ബഹുമതിയായിട്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ പുരസ്കാരം കിട്ടുന്ന ഉമ്മൻചാണ്ടിക്കാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർ നൽകുന്ന ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? JB മേത്തർക്കാണ്.
ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ MR തമ്പാനാണ്. ദി ലോ ട്രസ്റ്റ് നൽകുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടുന്നത് ഉമ്മൻചാണ്ടിക്കാണ്. ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം കിട്ടുന്നത് മേധാ പട്കർക്കാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് PT ചാക്കോ രചിച്ച പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, രാജ്യത്ത് ആദ്യമായിട്ട് വാട്ടർ ബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ഏതെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത് ധർമ്മടമാണ് കേട്ടോ. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ അത് ധർമ്മടമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഈ ജല ബജറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആരെന്ന് ചോദിച്ചുള്ളത് നിർമ്മല സീതാരാമനാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. പരിസ്ഥിതി ബജറ്റ് എൻവയോൺമെന്റൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. എന്നാൽ ആദ്യത്തെ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഉത്തർപ്രദേശ് ആണ്. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് KN ബാലഗോപാലൻ. നിലവിലത്തെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററാണ് KN ബാലഗോപാലൻ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. പരിസ്ഥിതി ബജറ്റ് എൻവയോൺമെന്റൽ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനവും കേരളം തന്നെയാണ്. ആദ്യത്തെ പേപ്പർലെസ് ബജറ്റ് അല്ലെങ്കിൽ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ്. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ KN ബാലഗോപാലനാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് അവതരിപ്പിച്ച നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ അത് കേരളത്തിലെ ധർമ്മടമാണ് അല്ലെ. പിണറായി വിജയൻ അറിയാം നമുക്ക്. പിണറായി വിജയന്റെ മണ്ഡലമാണെന്ത്? നമ്മുടെ ധർമ്മടം. ഓക്കെ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ അത് ധർമ്മടമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2023 ഓഗസ്റ്റില് ചന്ദ്രയാൻ 3ന്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചതെന്നാണ് ചോദ്യം. ഉത്തരം അറിയാമോ? 2023 ഓഗസ്റ്റില് ചന്ദ്രയാൻ 3ന്റെ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ എന്ന് പറയുന്ന റോവർ. ഈ പറയുന്ന പ്രഗ്യാൻ റോവർ ചന്ദ്രയാനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചതെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സൾഫറിന്റെ ആണ് കേട്ടോ. സൾഫറിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3ന്റെ റോവർ എന്ത് ചെയ്യുന്നത്? ചന്ദ്രയാൻ 3ന്റെ പ്രഗ്യാൻ റോവർ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് സൾഫർ എന്ന് പറയുന്ന മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രനിൽ കേട്ടോ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ലിങ്ക് മുഖാന്തരം ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. KFPSC എന്ന് ടെലഗ്രാമിൽ എന്ത് ചെയ്യുക? ഒന്ന് സെർച്ച് ചെയ്യുക. KFPSC എന്ന് പറഞ്ഞാൽ നോളജ് ഫാക്ടറി PSC എന്നാണ്. അപ്പൊ KFPSC എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ നേരത്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന PSCയുടെ അപ്ഡേറ്റുകളും വീഡിയോസിന്റെ ഒക്കെ ലിങ്കുകളും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുക ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലായിട്ടായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ചന്ദ്രയാൻ 3 ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് എന്തായാലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക. അലുമിനിയം, കാൽസ്യം, അതുപോലെ തന്നെ അയോൺ, ക്രോമിയം, ടൈറ്റാനിയം എന്നിവയുടെ സാന്നിധ്യവും നമ്മുടെ ചന്ദ്രയാൻ 3ലെ പ്രഗ്യാൻ റോവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതിന്റെയൊക്കെയുണ്ട്? അലുമിനിയം, കാൽസ്യം, അയോൺ, ക്രോമിയം, ടൈറ്റാനിയത്തിന്റെയൊക്കെ സാന്നിധ്യവും അവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ചെന്ന് ആദ്യം സ്ഥിരീകരിക്കുന്ന എന്തിന്റെ സാന്നിധ്യമാണ്? സൾഫറിന്റെ സാന്നിധ്യമാണെന്നേ ഉള്ളൂ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണെന്ന് അറിയാമോ? ഇത് ചോദിക്കുന്നതാണ്. 2023 ജൂലൈ അല്ലെ. 2023 ജൂലൈ 14 എന്ത് ചെയ്യുന്നത്? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തില് ലാൻഡിംഗ് നടത്തിയത് എന്നാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 23 കേട്ടോ. ഓഗസ്റ്റ് 23 നമ്മൾ ഈ പറയുന്ന ഓഗസ്റ്റ് 23 നമ്മൾ എന്ത് ചെയ്യുന്നു? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയതാണ് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു.
വളരെ പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് ശിവശക്തി പോയിന്റ്. എന്താണ് ശിവശക്തി പോയിന്റ്? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചന്ദ്രയാൻ 3 ബന്ധപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ചന്ദ്രയാൻ 3 അല്ലേ 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3 എന്ത് ചെയ്യുന്നു, പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ അത് സൾഫറിന്റേതാണ്. സൾഫർ മാത്രമല്ല, അതിനുശേഷം അലുമിനിയവും കാൽസ്യവും അയണും ക്രോമിയവും ടൈറ്റാനിയത്തിന്റെയൊക്കെ പ്രസൻസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ചന്ദ്രയാൻ 3 വിക്ഷേപണം നടത്തുന്നതെന്നാണ് 2023 ജൂലൈ 14 ഞാൻ പറഞ്ഞു. പിന്നെ ചന്ദ്രയാൻ 3 ഭൗമോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് 23 ഈ പറയുന്ന ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. കൂടാതെ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് എന്താണെന്ന് പറഞ്ഞു, ശിവശക്തി പോയിന്റ് എന്നാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യമാണ്, മഹാകവി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം എവിടെയാണ്? അറിയാമോ? മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം എവിടെയെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം കണ്ടെത്തിയെന്നുള്ള കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എറണാകുളത്താണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, എറണാകുളത്താണ്. അപ്പൊ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണത്? എറണാകുളത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. ഹൈക്കോടതിക്ക് സമീപം എറണാകുളം മറൈൻ ഡ്രൈവിൽ നിർമ്മിച്ച ജി സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എറണാകുളത്തിൽ എവിടെയാണ്? മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. മറൈൻ ഡ്രൈവിൽ നിർമ്മിച്ച ജി സ്മാരകം എന്നാണ് അതിനറിയപ്പെടുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുപോലെ തന്നെ AR രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റേതാണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്? എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് അല്ലെ. മറൈൻ ഡ്രൈവിലാണ് ജി സ്മാരകം ഉള്ളത്. എന്നാൽ AR രാജരാജവർമ്മയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ വൈക്കം സത്യാഗ്രഹ സ്മാരകം ആയിട്ടുള്ള ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. എന്താണ്? വൈക്കം സത്യാഗ്രഹ സ്മാരകമായിട്ടുള്ള ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണെന്ന് അറിഞ്ഞിരിക്കുക. കണ്ണശ സ്മാരകം എന്താണ്? കണ്ണശ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. അപ്പൊ പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ എന്താണുള്ളത്? കണ്ണശ സ്മാരകമാണ്. അടുത്തുള്ളതാണ് നമ്മുടെ പ്രേം നസീർ സ്മാരക മന്ദിരം കേട്ടോ. പ്രേം നസീർ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ പ്രേം നസീർ സ്മാരക മണ്ഡലം എവിടെയാണ്? തിരുവനന്തപുരത്തെ ചിറയിൻകീഴിലാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജി സ്മാരകം എന്നറിയപ്പെടുന്നത്. AR രാജരാജവർമ്മയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ മാവേലിക്കരയിലാണ്. അതുപോലെ തന്നെ ഗാന്ധി മ്യൂസിയം ഉള്ളത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിനാണ് ഗാന്ധി മ്യൂസിയം. കണ്ണശ സ്മാരകം ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. കൂടാതെ പ്രേം നസീർ സ്മാരകം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യമാണ് 2024 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ചോദിച്ചാൽ ഇതിനകത്ത് ഉത്തരം ഇടയ്ക്കായി പോയി. ഉത്തരം വരുന്ന ഏതാണ്? കൊല്ലമാണ് കേട്ടോ. 2023 ജനുവരിയിൽ നടന്ന 62ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല എന്ന് ചോദിച്ചാൽ കൊല്ലത്താണ്. അപ്പൊ കൊല്ലത്താണ് നമ്മുടെ 62ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? കൊല്ലത്താണ് അല്ലെ. കൊല്ലത്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പോയിന്റുകൾ നമുക്കൊന്ന് പഠിക്കാം. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണ്? കണ്ണൂരാണ് കേട്ടോ. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. നടന്നത് എവിടെ വെച്ചാണ്? കൊല്ലത്ത് വെച്ചാണ്. കോഴിക്കോടിന് 2ാം സ്ഥാനവും പാലക്കാടിന് 3ാം സ്ഥാനമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം കിട്ടുന്ന ആർക്കാണ്? കണ്ണൂരാണ്. ആദ്യം കണ്ണൂരിനാണ് കിട്ടുന്നത്. രണ്ടാമത് കിട്ടുന്ന ആർക്കാണ്? കോഴിക്കോടാണ് അല്ലെ. രണ്ടാമത് കിട്ടുന്നത് കോഴിക്കോടിനാണ്. 3ാം സ്ഥാനം ആർക്കാണ്? മൂന്നാം സ്ഥാനം പാലക്കാടാണ്. ഓക്കെ, 3ാം സ്ഥാനം പാലക്കാടാണ്. അപ്പോൾ 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേരാണ് വർണ്ണപ്പകിട്ട്. ഇതിന്റെ വേദി എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരാണ് കേട്ടോ. അപ്പൊ തൃശ്ശൂർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ജെൻഡർ കലോത്സവം നടക്കുന്നു. അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃശ്ശൂരാണ്. 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ്. അതിന്റെ പേരെന്താണ്? വർണ്ണപ്പകിട്ട് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. 62ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത് കൊല്ലത്താണ്. കപ്പടിച്ചത് കണ്ണൂരാണ്. കോഴിക്കോടും പാലക്കാടും 2ും 3ും പൊസിഷനിൽ വരുന്നു. പിന്നെ ട്രാൻസ്ജെൻഡർ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരാണ്. പേര് വർണ്ണപ്പകിട്ട് എന്നാണ് അല്ലെ. അടുത്ത ചോദ്യമാണ്, രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആര് തന്നെയാണ്?
ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിരാട് കോഹ്ലിയാണ് അല്ലെ. വിരാട് കോഹ്ലിയാണ് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റില് 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിരാട് കോഹ്ലിയാണെന്ന് അറിഞ്ഞിരിക്കുക. കുറച്ച് പോയിന്റുകൾ പഠിക്കാം. ഒരു ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരന്മാര് തന്നെയാണ് വിരാട് കോഹ്ലിയാണ്. ഒരു ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരന്മാര് തന്നെയാണ് വിരാട് കോഹ്ലിയാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി താരമാരെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണ് കേട്ടോ. അപ്പൊ എന്താണ് രാജ്യാന്തര ക്രിക്കറ്റില് ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി താരമാര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സഞ്ജു സാംസൺ ആണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. സഞ്ജു സാംസൺ ആണ് ആദ്യത്തെ മലയാളി. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ്, ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം നമ്മുടെ രോഹിത് ശർമ്മയാണ്. വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് ആരാണ്? രോഹിത് ശർമ്മയാണ്. ഓക്കെ, അപ്പൊ ഏകദിന ക്രിക്കറ്റിലാണെങ്കിൽ, വൺ ഡേ ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അത് വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി നമ്മുടെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി നമ്മുടെ സഞ്ജു സാംസൺ ആണ്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാണ് നമ്മുടെ രോഹിത് ശർമ്മ. അടുത്ത ചോദ്യമാണ്, ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ, നമുക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. അപ്പൊ ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണെന്ന് അറിയാമോ? ഉത്തരം കിട്ടിയതിനെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനത്തിന്റെ പേരാണ് തമിഴ്നാട്. കുറച്ച് പോയിന്റുകൾ നമുക്ക് പഠിക്കാം. തഞ്ചാവൂരിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പൊ ഏത് കോളേജാണ്? തഞ്ചാവൂരിലുള്ള അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പേര് മാറ്റിക്കൊണ്ട് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് മാറ്റിയിട്ടുള്ളത്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഗോതമ്പിന്റെ ഇനത്തിന്റെ പേരാണ് എന്ത്? സർബതി സോനോറ. PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഗോതമ്പിന്റെ പേരാണെന്ത്? സർബതി സോനോറ. കേരളത്തിൽ ആദ്യമായിട്ട് ഭാരതരത്നം ലഭിച്ചത് ആർക്കാണ്? എം.എസ്. സ്വാമിനാഥനാണ് കേട്ടോ. അത് നല്ലൊരു പോയിന്റ് ആണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ പറയുന്ന ഭാരതരത്നം പുരസ്കാരം ലഭിക്കുന്നത് എം.എസ്. സ്വാമിനാഥനിലൂടെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എം.എസ്. സ്വാമിനാഥൻ എന്ത് ചെയ്യുന്നുണ്ട്? 1967 പത്മശ്രീ കിട്ടുന്നുണ്ട്. 1972 എന്ത് ചെയ്യുന്നുണ്ട്? പത്മഭൂഷൺ കിട്ടുന്നുണ്ട്. 1989 എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടുന്നുണ്ട്. 67 പത്മശ്രീ, 72 പത്മഭൂഷൺ, 89 പത്മവിഭൂഷൺ. അപ്പൊ പത്മ പുരസ്കാരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എം.എസ്. സ്വാമിനാഥന് ലഭിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഭാരതരത്നം കിട്ടുന്നുണ്ട്. അപ്പൊ ഭാരതരത്നം കിട്ടുന്നുണ്ട്, 67 പത്മശ്രീ കിട്ടുന്നുണ്ട്, 72 പത്മഭൂഷൺ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ 89 പത്മവിഭൂഷണും കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോ അടുത്തുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ എന്ന് പറയുന്നത് അദ്ദേഹം അന്തരിച്ച ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 എം.എസ്. സ്വാമിനാഥൻ അന്തരിക്കുന്നത്. 2023 സെപ്റ്റംബറിനാണ്. സെപ്റ്റംബർ 28 എന്ത് ചെയ്യുന്നു? എം.എസ്. സ്വാമിനാഥൻ അന്തരിക്കുന്നു. അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക? എം.എസ്. സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് അറിഞ്ഞിരിക്കുക. തഞ്ചാവൂരിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് ചെയ്യുന്നത്? എം.എസ്. സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ എം.എസ്. സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഗോതമ്പിനത്തിന്റെ പേരാണെന്ത്? സർബതി സോനോറ. കേരളത്തിൽ ആദ്യമായിട്ട് ഭാരതരത്നം ലഭിക്കുന്ന അദ്ദേഹത്തിലൂടെയാണ്. 67 പത്മശ്രീ, 72 പത്മഭൂഷൺ, 89 പത്മവിഭൂഷൺ കിട്ടുന്നുണ്ട്. അന്തരിക്കുന്ന 2023 സെപ്റ്റംബർ 28 ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിലവിലത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നല്ലൊരു ചോദ്യമാണ് അല്ലെ. ഇന്ത്യയിലെ നിലവിലത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ആരാണെന്ന് അറിയാമോ? ഈ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം ഹരിലാൽ സമരിയാണ് കേട്ടോ. അപ്പൊ നിലവിലത്തെ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ ഹരിലാൽ സമരിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പോയിന്റുകൾ പഠിക്കാം. 12ാമത്തെ വിവരാവകാശ കമ്മീഷണർ ആയിട്ട് അത് ഹരിലാൽ സമരിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ 12ാമത്തെ 12th മാൻ അല്ലെ, 12ാമത്തെ വിവരാവകാശ കമ്മീഷണർ ആയിട്ടാണ് ഹരിലാൽ സമരിയ വരുന്നത്. ദലിത് വിഭാഗത്തിൽ നിന്നും മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഹരിലാൽ സമരിയ.
ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലാതെ ചോദിക്കാം. ദളിത് വിഭാഗത്തിൽ നിന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യത്തെ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ഹരിലാൽ സമരിയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പുതിയ വിവരാവകാശ കമ്മീഷണർമാരായിട്ട് ചുമതലയേറ്റ വ്യക്തികളുടെ പേര് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നെന്ന് പറയുന്നത് ആനന്ദി രാമലിംഗം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ആനന്ദി രാമലിംഗം കേട്ടോ, ആനന്ദി രാമലിംഗം. രണ്ടാമത്തെ വ്യക്തിയുടെ പേരാണ് വിനോദ് കുമാർ കേട്ടോ, വിനോദ് കുമാർ തിവാരി. ഓക്കെ, അപ്പോ ആനന്ദി രാമലിംഗം കൂടാതെ വിനോദ് കുമാർ തിവാരി എന്നീ രണ്ടുപേരാണ് എന്ത് ചെയ്യുന്നത്? പുതുതായിട്ട് വിവരാവകാശ കമ്മീഷണർമാരായിട്ട് ചുമതലയേൽക്കുന്നത്. അപ്പോൾ നിലവിലത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹരിലാൽ സമരിയാണ്. 12ാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ദളിത് വിഭാഗത്തിൽ നിന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ പുതിയ വിവരാവകാശ കമ്മീഷണർമാരായിട്ട് നിയമിതമായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? നമ്മൾ ഈ പറയുന്ന ആനന്ദി രാമലിംഗവും കൂടാതെ വിനോദ് കുമാർ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ടുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കണ്ടെത്തി എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവാ പുനർവിവാഹം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ഇതിന്റെ ഉത്തരം പറയുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് KFPSC നോളജ് ഫാക്ടറിയുടെ ഷോർട്ട് ഫോം ആണ്. നോളജ് ഫാക്ടറി PSC ഷോർട്ട് ഫോം ആണ് KFPSC. KFPSC എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്യാൻ നേരത്തെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിലേക്ക് ജോയിൻ ചെയ്താൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ നാളെ തൊട്ട് എന്ത് ചെയ്യുന്നു? ഇതുപോലുള്ള ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും LDC LGSന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് തന്നെ പോകാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.